ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് സൺഡേ വീഡിയോ കണ്ടാലോ. എൻ്റെ മോന് കുട്ടികൾക്ക് എന്തോ കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച ശേഷം എൻ്റെ കുട്ടികൾക്ക് അടിച്ചു വരാനൊക്കെ തുടങ്ങി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് സ്കൂളില്ലല്ലോ, അപ്പോൾ അവളുടെ പരിപാടിയാണ് അടിച്ചു വരൽ. ബിരിയാണി വെച്ചു. ഞാൻ ഇടയിൽ ബിരിയാണി വെച്ചൊക്കെ കഴിക്കാനിരുന്നു. എൻ്റെ ഇളയച്ചിൻ്റെ കുട്ടികൾ ഇവിടെയാണ്. അവൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവൾ വീട്ടിൽ പോയിരിക്കുന്നു. അതുകൊണ്ട് അവൾ ഇവിടെയാണ്. ഞങ്ങൾ കഴിച്ച ബാക്കി പൂച്ചക്കും കൊടുത്തു. പൂച്ചക്കും കഴിച്ചു, ഞങ്ങളും കഴിച്ചു. കഴിച്ച ശേഷം കുറച്ച് ആൾക്കാർ ടിവിയും കുറച്ച് ആൾക്കാർ മൊബൈലും കണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നീയമോൾ വന്നിട്ടുണ്ടായിരുന്നു. നീയമോൾ ഇനിയൊരു ഇളയച്ചിൻ്റെ കുട്ടിയാണ്. അവൾ വന്നിട്ട് കുറച്ച് നേരം കളിക്കും. അവളുടെ പിന്നാലെ നടന്ന് അവൾ കുറച്ച് കഥയും പാട്ടൊക്കെ പാടി. കുറച്ച് വാശി കൂടുതലാണ്, നല്ലോണം സംസാരിക്കും അവൾ. അവളുടെ പിന്നാലെ നടന്നു. ഇവിടെ മോട്ടറിൽ വെള്ളമില്ലാത്തതുകൊണ്ട് വലിയ മൂത്തച്ഛൻ്റെ വീട്ടിൽ എല്ലാവരും കുളിക്കാൻ വേണ്ടി പോകാൻ ഇറങ്ങി. അപ്പോൾ ഇവൾക്കും പോകണമെന്ന് പറഞ്ഞിട്ട് ഒരേ കരച്ചിൽ. ഇവർ കൊണ്ടുപോകണം പറഞ്ഞിട്ട് പോയ ശേഷം ഒരേ കരച്ചിലായതുകൊണ്ട് പിന്നാലെ അവൾ ഓടിപ്പോയതാണ്. അവിടെ നല്ല കൃഷിയും പാടങ്ങളൊക്കെയാണ്. അവിടെ തന്നെ അടുത്ത് തന്നെയാണ്. അവിടെ പോയി കുറച്ച് നേരം കുട്ടികളൊക്കെ കളിച്ച് അവർ കുളിച്ച് വൈകിട്ടാണ് വന്നത്. അപ്പോഴത്തേന് എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ് എൻ്റെ ചെറിയ ഇളയച്ചന് ഒരു തണ്ണിമത്തനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടതൊക്കെ ജ്യൂസ് അടിക്കുക അതൊന്ന് ഉദ്ദേശിച്ചു. എന്നിട്ട് അവർക്ക് ജ്യൂസ് അടിക്കാൻ തുടങ്ങി. ഇളയച്ചനിക്ക് ജ്യൂസ് അടിക്കുന്നത് ഇഷ്ടമാണ്. പിന്നെ കുട്ടികളുടെ കൂടെ കൂടി അവന് ജ്യൂസ് അടിക്കാനും മുറിക്കാനും ഒക്കെ തുടങ്ങി. പാത്രത്തിൽ ഇതിലിട്ടിട്ട് എനിക്കുള്ള പണിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടി വിയിൽ പാട്ടും വെച്ചു. ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി ഒരു രസമാണ്. എല്ലാവരും കൂടി കുറച്ച് കളിയും തമാശയും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഞങ്ങളിരിക്കും. ഇടയിൽ നെയ്യമോളിതാ ഹെൽമെറ്റൊക്കെ ഇട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് പാട്ട് വെച്ച് ഇളയച്ചൻ പറയണം ഈ പാട്ട് വെക്കുക ആ പാട്ട് വെക്കുക എന്നൊക്കെ പറയാണ്. അതിൻ്റെ ഇടയിൽ അവനക്കൊരു ഇഷ്ടമുള്ള പാട്ടുണ്ട്, അത് വെക്കുകൊണ്ട് പറഞ്ഞിട്ട് ഒരു നോട്ടം നോക്കുകയാണ്. അത് വെച്ചിട്ട് ഫീൽ ചെയ്തിട്ടിരിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഉടനെ മുഖം മൂടിയിട്ടിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ് പറഞ്ഞിട്ട്, പണ്ടത്തെ പാട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഹർഷ കണ്ണാടി നോക്കിയിട്ടിരുന്നു. ഞാൻ അവനെ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എളുപ്പം ക്യാമറ മാറ്റി. പിന്നെ ഞാൻ സെയ്തിലിൻ്റെ അടുത്ത് തന്നെ വന്നു. അവന് പാട്ടിനെ കണ്ട് ലയിച്ചു പോയിരിക്കുകയായിരുന്നു. അതിൽ ഫീൽ ചെയ്ത് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാണിച്ച് മുഖം മൂടിയിരുന്നു എന്നെ കണ്ടതും. ഇവർ വന്നാൽ നല്ല ബഹളമാണ്, കുട്ടികളൊക്കെ ആയിട്ട് നല്ല ബഹളമാണ്. എപ്പോഴും ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. എൻ്റെ ഇവിടെ ഇവർ 8 ആളാണ്. 4 നാത്തൂന്മാരും 4 ആമക്കളുമാണ്. അവർ പോകാനിറങ്ങി. ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോയി. ഇന്നത്തെ സൺഡേ കഴിഞ്ഞു. ബൈ, സി യു.